നീ വരുന്നു പറഞ്ഞ് രാവിലെ മുതൽ കാത്തിരിക്കുക സണ്ണി. മോളെ ഞാനിപ്പോ ഒരു പുതിയ പരിപാടി തുടങ്ങിയേക്ക. ഈ അച്ചാർ നിങ്ങൾക്കുള്ളതാണ്. എന്തത് അച്ചാർ കമ്പനി നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അല്ലേ? ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാർ. ഇതിന്റെ അകത്തോട്ട് നോക്കിയോ, ഫുൾ കഷ്ണങ്ങളാണ്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇനിയും തരാം. അതൊക്കെ ബീഫ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാ പോരാ. പിന്നെ ഒരു ഇച്ചിരി ഒരു എണ്ണ മേലുണ്ട്, കാരണം ഇത് നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിയാണ് എണ്ണ അത്രയും വെച്ചാൽ. ഗ്യാരണ്ടി ഉള്ള ചിച്ചിങ് എവിടെ? ഗ്യാരണ്ടി അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലും ഗ്യാരണ്ടി കഴിഞ്ഞു. 3 സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ്. വിജയ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ എന്താണ് തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യം. എന്തൊരു ഓഫറാ സാറിന് കിട്ടിയേക്കുന്നത്. 2 എടുത്താൽ 1 ഫ്രീ. അതാണ്. അപ്പൊ ഈ കാണുന്ന അച്ചാർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ സാർ ഈ ചായ തന്നെ ഓർഡർ ചെയ്യും. നീ വില പറഞ്ഞില്ല, വിലയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. Guys, ഈ കാണുന്ന അച്ചാറിന് 600 രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില. മാങ്ങാത്തൊലി. അതുപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിന് 1200 രൂപയാണ്. റേറ്റ് ഇത്തിരി കൂടിയാലും ക്വാളിറ്റി ഒട്ടും പ്രതീക്ഷിക്കണ്ട. 90 കിലോ ചിക്കൻ മേടിച്ചിട്ട് കൂടുതൽ ഗ്രേവി ഉണ്ടാക്കി കൂടുതൽ പാക്കറ്റ് നിറയ്ക്കാനല്ല നമ്മൾ, കൂടുതൽ കഷ്ണങ്ങളോട് കൂടുതൽ ഗുണനിലവാരം കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷെ എന്തിനും ഒരു പെർഫെക്ഷൻ വേണ്ടേന്ന് തട്ടിക്കൂട്ട് പണി ചെയ്യാൻ നമ്മളെ കിട്ടില്ല. അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത്. അതെ, ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഓരോ സംഭവങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. കമാൻ. ഇവിടെ വെച്ചാണ് ഞങ്ങളെല്ലാം വൃത്തിയായി ശുദ്ധമായി ഉണ്ടാക്കുന്നത്. അച്ചാറിന് വേണ്ടിയുള്ള ചില്ലി ഫ്ലെക്സ് ആണ്. ഇതാണ് വെളുത്തുള്ളി. ഞങ്ങൾ എല്ലാവരും പരിപാടിയാണ്. ഇനി തൊട്ടിപ്പുറത്ത് തന്നെ ഇത് ഒടിയുപ്പ്, പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി. ഇതാണ് ഗ്രീൻ ചില്ലി. ഇനി അതേപോലെ തന്നെ കടുക്, അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞൾ, ഇഞ്ചി, നല്ല ഒന്നാം നാടൻ കറിവേപ്പില. എന്താ മനുഷ്യന് കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് സാറൊന്ന് പതുക്കെ പറയും. എന്തിന് പതുക്കെയാക്കണം? 4 പേര് അറിയട്ടോ. മഞ്ഞപ്പൊടിക്കകത്ത് പട്ടിയുടെ കാല് കണ്ടേ, പട്ടി ചവിട്ടി പോയ മഞ്ഞപ്പൊടിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയായിട്ടുള്ള കമന്റ് ബോക്സിനകത്ത് വന്നിട്ടുള്ള ഒരു കാര്യം, അത് ഇവനൊരു അബദ്ധം പറ്റിയതാ. ഓപ്പണിംഗ് ക്ലോസിംഗ് ഇന്ന് തന്നെയാവോ മുതലാളി? ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ ഗുലാബി എല്ലാം ടേബിളിൽ ഇരിക്കുന്നു. അതാ കഴിച്ചോ. എന്റെ പൊന്നുമോൻ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫും എടുത്തിട്ട് വാ. എനിക്ക് വേണ്ട. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല.